ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ആൻഡ്രോയിഡ് റൂട്ടിങ്ങിനെ കുറിച്ചാണ്. എന്താണ് ആൻഡ്രോയിഡ് റൂട്ടിംഗ്? എന്തിനാണ് ആൻഡ്രോയിഡ് ഫോണുകൾ റൂട്ട് ചെയ്യുന്നത്? ആൻഡ്രോയിഡ് ഫോണുകൾ റൂട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്? ആൻഡ്രോയിഡ് ഫോണുകൾ റൂട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ എന്താണ്? ഈ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ എൻഡ് വരെ കാണുക. റൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും. ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്താണ് റൂട്ടിംഗ്. ആൻഡ്രോയിഡ് റൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് മൊബൈലുകളിലും ടാബ്ലറ്റുകളിലും നമുക്ക് ആൻഡ്രോയിഡിന്റെ ചില സെക്യൂരിറ്റി ലിമിറ്റേഷൻസ്, ആ ലിമിറ്റേഷനുകൾ ഇല്ലാതാക്കി അതിലും താഴേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കും. ആൻഡ്രോയിഡ് സിസ്റ്റം നമുക്ക് അലോ ചെയ്യാത്ത പല കാര്യങ്ങളും റൂട്ട് അസസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ അതിനുള്ള പെർമിഷൻ നമുക്ക് ലഭിക്കുന്നു. ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കാത്ത പല ആപ്ലിക്കേഷനും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നു. ഫോണിൽ പുതിയ റോം ഫ്ലാഷ് ചെയ്യാൻ സാധിക്കുന്നു. ഫോണിൽ പുതിയ റിക്കവറി ഫ്ലാഷ് ചെയ്യാൻ സാധിക്കുന്നു. തുടങ്ങിയ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഫോണിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒരു സാധാരണ ആൻഡ്രോയിഡ് യൂസർ മൊബൈൽ റൂട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ മനസ്സിലുണ്ടായിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, കുറഞ്ഞ റാമുള്ള ഫോണാണ് റൂട്ട് ചെയ്യുന്നതെങ്കിൽ ഫോണിന്റെ റാം കൂട്ടാൻ സാധിക്കും. രണ്ടാമതായിട്ട് ഫോണിന്റെ ഇന്റർണൽ മെമ്മറി കൂട്ടാൻ സാധിക്കും. മൂന്നാമത് ഫോണിന്റെ പെർഫോമൻസ് കൂട്ടാൻ സാധിക്കും. നാലാമതായിട്ട് ഫോണിലുള്ള ബ്ലോട്ട്വെയർ ആപ്ലിക്കേഷനുകൾ റിമൂവ് ചെയ്യാം. അതായത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് ഫോണിൽ ലഭിക്കുന്ന ആപ്ലിക്കേഷനുകൾ റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള പല ചിന്തകൾ ഉണ്ടായിരിക്കും ഒരാൾ ഒരു ഫോൺ റൂട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിൽ ഏതൊക്കെ കാര്യങ്ങൾ റൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രാവർത്തികമായിട്ട് ലഭിക്കുമെന്നുള്ളത് അറിയണമെങ്കിൽ ഈ വീഡിയോ എൻഡ് വരെ കാണണം. അപ്പോൾ നമുക്ക് ആദ്യം റൂട്ടിങ്ങിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത്, റൂട്ട് ചെയ്യുന്നതിലൂടെ നമ്മളുടെ ഫോണിന്റെ വാറന്റി നഷ്ടപ്പെടും. വലിയ വലിയ കമ്പനികളായ സാംസങ്, HTC, മോട്ടറോള തുടങ്ങിയ കമ്പനികൾ അവരുടെ ഫോണുകൾ റൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം വാറന്റി നമുക്ക് നൽകത്തില്ല. നമ്മുടെ ഫോണിൽ റൂട്ട് അസസ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമ്മുടെ ഫോണിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വാറന്റിയിൽ ആ ഫോൺ ശരിയാക്കി എടുക്കാൻ സാധിക്കത്തില്ല. എന്നാൽ ചൈനീസ് കമ്പനികളായ OnePlus, Xiaomi തുടങ്ങിയ ചില ചൈനീസ് കമ്പനികൾ ഫോൺ റൂട്ട് ചെയ്തതിനു ശേഷവും അവരുടെ വാറന്റി ഫോണിൽ നൽകുന്നുണ്ട്. എന്നാൽ വലിയ വലിയ കമ്പനികൾ ഫോണിന്റെ വാറന്റി റൂട്ട് ചെയ്യുന്നതിലൂടെ ഇല്ലാതെയാക്കുന്നു. അപ്പോൾ നിങ്ങൾ സാംസങ്ങിന്റെയോ HTCയുടെയോ മറ്റോ ഫോണുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഫോൺ റൂട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിന്റെ വാറന്റി നഷ്ടപ്പെടും. രണ്ടാമത്തെ പ്രോബ്ലം എന്താണെന്ന് നോക്കാം. തെറ്റായ രീതിയിലുള്ള റൂട്ടിംഗ്. അതായത് നമ്മൾ റൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പെർമിഷനുകൾ കറക്റ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും സ്കിപ്പ് ചെയ്യുക. ഒരുപക്ഷെ നമ്മൾ റൂട്ട് ചെയ്യുന്നതിലുള്ള ആ എക്സൈറ്റ്മെന്റിൽ നമ്മുടെ ഫോൺ റൂട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്യുന്നതിലൂടെ ഒരുപക്ഷെ നമ്മളുടെ ഫോൺ ഡെഡ് ആയി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഫോൺ പഴയ രീതിയിലാക്കി എടുക്കാൻ സാധിക്കത്തില്ല. ഒരു സാധാരണ യൂസറിന് വീണ്ടും പഴയ രീതിയിലേക്ക് ഫോൺ കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഫോൺ ശരിയാക്കി എടുക്കാനുള്ള മാർഗങ്ങളുണ്ട്. എന്നൊരു സാധാരണ യൂസർ ഫോൺ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് പാടുപെടേണ്ടതായിട്ട് വരും. മൂന്നാമത്തെ കാര്യം, ആൻഡ്രോയിഡ് ഫോണുകൾ റൂട്ട് ചെയ്യുന്നതിലൂടെ ഫോണിന്റെ സെക്യൂരിറ്റി നഷ്ടപ്പെടും. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫോണിന് നൽകുന്ന ഒരു സെക്യൂരിറ്റി ഉണ്ട്. റൂട്ടിങ്ങിലൂടെ നമ്മൾ ആ സെക്യൂരിറ്റി ബ്രേക്ക് ചെയ്താണ് ഫോൺ റൂട്ട് ചെയ്യുന്നത്. അതിലൂടെ നമ്മുടെ ഫോണിൽ റൂട്ടിങ്ങിന് മുമ്പുള്ള ആ സെക്യൂരിറ്റി നമുക്ക് റൂട്ടിങ്ങിന് ശേഷം തുടർന്ന് ലഭിക്കില്ല. അതായത് ഏതെങ്കിലും ഹാക്കിംഗ് ആപ്ലിക്കേഷനുകളോ മറ്റോ നമ്മുടെ ഫോണിൽ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ റൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ സെക്യൂരിറ്റി നമ്മുടെ സിസ്റ്റത്തിന് നൽകും. എന്നാൽ റൂട്ടിങ്ങിന് ശേഷം അതൊന്നും ഉണ്ടാകത്തില്ല. ഏതെങ്കിലും ഹാക്കേഴ്സ് ഉണ്ടാക്കുന്ന ആപ്ലിക്കേഷനുകളും മറ്റും നമ്മുടെ ഫോണിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിന്റെ വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ ഈ ആപ്ലിക്കേഷനുകൾക്ക് സാധിക്കും. നാലാമത്തെ പോയിന്റ്, ഇത് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ആൻഡ്രോയിഡ് ഫോണുകൾ റൂട്ട് ചെയ്തതിനു ശേഷം ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ ലഭിക്കുമെന്ന്. ഇല്ല, ആൻഡ്രോയിഡ് ഫോണുകൾ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫോണിന് കമ്പനി നൽകുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ ലഭിക്കില്ല. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഫോൺ റൂട്ട് ചെയ്യുകയാണ്, ലോലിപോപ്പ് വേർഷനിലുള്ള ഫോൺ നിങ്ങൾ റൂട്ട് ചെയ്തതിനു ശേഷം 1-2 മാസങ്ങൾക്ക് ശേഷം ഈ ഫോണിന് കമ്പനി മാഷ്മലയിലേക്ക് അപ്ഡേറ്റ് തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ആ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം റൂട്ട് പെർമിഷൻ ഉള്ള ഫോണുകളിൽ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റുകളും നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ലഭിക്കത്തില്ല, ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും നമുക്ക് ലഭിക്കത്തില്ല. അപ്പോൾ ഇത് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്ന കാര്യമാണ്. റൂട്ട് ചെയ്തതിന് ശേഷം അൺറൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൽ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുമോ എന്ന്. നിങ്ങൾ അൺറൂട്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ ഫോണിൽ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. മാനുവലി ഇൻസ്റ്റാൾ ചെയ്യാം. റോം ഫ്ലാഷ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഏത് വേർഷനിലേക്കും നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈലുകളെ കൊണ്ടുപോകാൻ സാധിക്കും. എന്നാൽ അത് ഒഫീഷ്യൽ അപ്ഡേറ്റ് ആയിരിക്കത്തില്ല. തേർഡ് പാർട്ടി റൂമുകൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ പുതിയ വേർഷനിലേക്ക് നിങ്ങളുടെ ഫോണിനെ മാറ്റാൻ സാധിക്കും. അപ്പോൾ തേർഡ് പാർട്ടി റൂമും ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്.
അപ്പോൾ റൂട്ടിങ്ങിന്റെ 3-4 ഡിസഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി റൂട്ടിങ്ങിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. റൂട്ട് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫോണിന്റെ ഫുൾ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ വരും. അതായത് റൂട്ട് ചെയ്യാതെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കാത്ത പല ആപ്ലിക്കേഷനുകളും നിങ്ങൾക്ക് റൂട്ട് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 100 ആയിരക്കണക്കിന് ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ലഭിക്കും. റൂട്ടഡ് ഫോണുകൾക്ക് വേണ്ടി മാത്രമുള്ള ആപ്ലിക്കേഷനുകൾ, ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് റൂട്ട് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫോണിൽ ചെയ്യാൻ സാധിക്കും. ഫോണിന്റെ സ്പീഡ് വർദ്ധിപ്പിക്കാം. അതേപോലെ ബാറ്ററി നിങ്ങൾക്ക് സേവ് ചെയ്യണമെങ്കിൽ ബാറ്ററി സേവ് ചെയ്ത് വെക്കാവുന്ന രീതിയിൽ നിങ്ങളുടെ ഫോണിനെ ആക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും റൂട്ട് ചെയ്തതിനു ശേഷം. രണ്ടാമത്തെ പോയിന്റ്, ബ്ലോട്ട് വെയർ ആപ്ലിക്കേഷനുകൾ നമുക്ക് റൂട്ട് ചെയ്യുന്നതിലൂടെ റിമൂവ് ചെയ്യാൻ സാധിക്കും. സാംസങ്ങിന്റെ ഫോണുകളൊക്കെ വാങ്ങുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഒരു പ്രയോജനവും ഇല്ലാതെ ഒരിക്കൽ പോലും നമ്മളുടെ ഫോണിൽ നമ്മൾ ഓപ്പൺ ആക്കി നോക്കുക പോലും ചെയ്യാത്ത ഒരുപാട് ആപ്ലിക്കേഷനുകൾ കാണും സാംസങ്ങിന്റെ ഫോണുകളിൽ. ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും റൂട്ട് ചെയ്യുന്നതിലൂടെ. അടുത്ത പോയിന്റ്, നമ്മുടെ ഫോണിൽ ചില ആപ്ലിക്കേഷനുകളുണ്ട് ഫോൺ മെമ്മറിയിൽ നിന്നും മെമ്മറി കാർഡിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കാത്ത ആപ്ലിക്കേഷനുകൾ. റൂട്ട് ചെയ്യുന്നതിലൂടെ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ നമുക്ക് ഫോൺ മെമ്മറിയിൽ നിന്നും വളരെ സിമ്പിൾ ആയിട്ട് മെമ്മറി കാർഡിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. റൂട്ടിംഗ് അഡ്വാൻറ്റേജസിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കസ്റ്റം റോം. റൂട്ട് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫോണിൽ കസ്റ്റം റോം നമുക്ക് ഫ്ലാഷ് ചെയ്യാൻ സാധിക്കും. കസ്റ്റം റോം ഫ്ലാഷ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫോണിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആൻഡ്രോയിഡ് വേർഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. കസ്റ്റം റോമുകളിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചറുകൾ ലഭിക്കും. ഇതൊക്കെ ഒരുപാട് കസ്റ്റം റോമുകൾ ഉണ്ട്. ഫേമസ് ആയിട്ടുള്ള ഒരുപാട് കസ്റ്റം റോമുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ട് തന്നെ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഫോണിൽ ഫ്ലാഷ് ചെയ്യാൻ സാധിക്കും. ഇത് റൂട്ടിങ്ങിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ഇപ്പോൾ ആൻഡ്രോയിഡ് കിറ്റ്കാറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫോണാണ്, അതിന് തുടർന്നുള്ള അപ്ഡേറ്റുകൾ ലഭിക്കത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഫോണിന് വേണ്ടിയുള്ള കസ്റ്റം റോമുകൾ, അതായത് തേർഡ് പാർട്ടി ഡെവലപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റോമുകൾ ഉണ്ടായിരിക്കും. ആ റോമുകൾ നമുക്ക് നമ്മുടെ ഫോണിൽ ഫ്ലാഷ് ചെയ്യുന്നതിലൂടെ ഒരുപക്ഷെ നമുക്ക് ആ ഫോണിൽ മാഷ്മെല്ലോ അല്ലെങ്കിൽ ലോലിപോപ്പ് തുടങ്ങിയ ആൻഡ്രോയിഡ് വേർഷനുകൾ അല്ലെ അതിന് മുകളിലോട്ടുള്ള ആൻഡ്രോയിഡ് വേർഷനുകൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ആ വേർഷനുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് ഫോൺ റൂട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും. ഇനി അടുത്ത ഒരു ചോദ്യം, ഫോൺ റൂട്ട് ചെയ്യണോ വേണ്ടയോ? നിങ്ങൾ ഫോൺ റൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കുക, റൂട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം റൂട്ട് ചെയ്യാതെ നിങ്ങളുടെ ഫോണിൽ ചെയ്യാൻ സാധിക്കത്തില്ല. ഒരു സ്റ്റെപ്പ് പോലും നിങ്ങൾക്ക് മുൻപോട്ട് വെക്കാൻ സാധിക്കത്തില്ല റൂട്ട് ചെയ്യാതെ എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഫോൺ റൂട്ട് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ റൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം മുമ്പൊക്കെ ആൻഡ്രോയിഡിൽ ചില ആപ്ലിക്കേഷനുകൾ റൂട്ട് ചെയ്യാതെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കത്തില്ലായിരുന്നു. എന്നാൽ ഗൂഗിളിന്റെ പല വേർഷനുകൾ അപ്ഡേറ്റ് ആയി വരുന്നതിനനുസരിച്ച് ഗൂഗിൾ ഒരുപാട് മാറ്റങ്ങൾ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വരുത്തുന്നുണ്ട്. അതിലൂടെ മുമ്പ് നമ്മൾ റൂട്ട് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല ആപ്ലിക്കേഷനുകളും ഇപ്പോൾ റൂട്ട് ചെയ്യാതെ നമ്മളുടെ ഫോണിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഫോൺ റൂട്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ റൂട്ട് ചെയ്ത് വെറുതെ ആവും. അപ്പോൾ നിങ്ങളുടെ ഫോണിന്റെ വാറന്റി നഷ്ടപ്പെടും, ഫോണിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ ലഭിക്കുന്നത് നഷ്ടപ്പെടും. അപ്പോൾ ഒരു പ്ലാനിംഗ് ഉണ്ടായിരിക്കണം. റൂട്ട് ചെയ്തതിനു ശേഷം നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് എന്തായിരിക്കും റൂട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ ഫോണിൽ കിട്ടാൻ പോകുന്ന പ്രയോജനങ്ങൾ, അത് നമുക്ക് അറിയണം. അതറിയാമെങ്കിൽ മാത്രമേ റൂട്ട് ചെയ്യാൻ ഇറങ്ങി പുറപ്പെടാവൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ നോർമലായിട്ട് എങ്ങനെ ലഭിച്ചോ അങ്ങനെ തന്നെ യൂസ് ചെയ്യുക. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഞാൻ ഫോണുകൾ റൂട്ട് ചെയ്ത സമയത്ത് അതിനുശേഷം യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് നമ്മൾ ഫോണിലുള്ള ബ്ലോട്ട് വെയർ ആപ്ലിക്കേഷനുകൾ റിമൂവ് ചെയ്യാൻ സാധിച്ചു. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അതല്ലാതെ എനിക്ക് ഫോൺ റൂട്ട് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല. കാരണം നമ്മൾ റൂട്ട് ചെയ്ത ഫോണുകളിൽ 24 hours ഇതേപോലെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കാനൊന്നും പോകുന്നില്ല. നമുക്ക് അത് തന്നെയല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പണിയുള്ളത്, മറ്റു കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ടൈം പാസിന് വേണ്ടി എന്തെങ്കിലും നമുക്ക് നമ്മുടെ ഫോണിൽ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാം. അതെന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളുടെ സെക്കൻഡറി ഫോണിൽ റൂട്ട് ചെയ്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഞാൻ പറഞ്ഞ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക. അതിനുശേഷം നിങ്ങൾ ബാങ്ക് ഡീറ്റെയിൽസും അല്ലെങ്കിൽ ബാങ്കിങ്ങിനുള്ള ആപ്ലിക്കേഷനുകളൊക്കെ ഉപയോഗിക്കുന്ന ഫോണുകളൊന്നും റൂട്ട് ചെയ്ത് ഉപയോഗിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഒരുപാട് സുഹൃത്തുക്കളുടെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടി ഞാൻ ഈ വീഡിയോയിലൂടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യണം. ഒരുപാട് സുഹൃത്തുക്കൾ ഫോൺ റൂട്ട് ചെയ്തിട്ടുണ്ട്, അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഫോൺ റൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ റൂട്ട് ചെയ്തിട്ട് ഫെയിൽ ആയവരുണ്ട്, അല്ലെങ്കിൽ റൂട്ട് ചെയ്ത് ഫോൺ ഡെഡ് ആയി പോയവരുണ്ട്. എല്ലാവരും ഈ വീഡിയോ കാണണം. അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യണം. അതിനോടൊപ്പം റൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഞാൻ എല്ലാ കമന്റുകൾക്കും മറുപടി തരുന്നതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുമെന്ന് എനിക്കറിയാം, കാരണം നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്റെ വീഡിയോകൾക്ക്.
അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.